ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസിനെ പറ്റിയാണ്. അതിനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി എന്നെ ഇട്ടേച്ചു പോകുമോ എന്നുള്ള ഭയമാണ് എനിക്ക്. സ്ത്രീകൾ വിളിച്ച് പറയാറുണ്ട് ഇത്തരത്തിലുള്ള പരാതികൾ, അതുപോലെ തന്നെ പുരുഷന്മാരും പറയാറുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവുക എന്ന് തന്നെയാണ്. റിയലായിട്ട് പ്രണയിക്കുന്ന ആളുകളാണ്. പക്ഷേ എപ്പോഴൊക്കെയോ അവരുടെ പെരുമാറ്റ രീതികളിൽ ചില ഭയങ്ങൾ ഇവർക്കുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഭയമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ഇട്ടേച്ചു പോകത്തില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ഗ്യാരണ്ടി തന്നെ പറയാനായിട്ട് പറ്റും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഈ ടെക്നിക്ക് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ അവരാഗ്രഹിച്ച വ്യക്തിയെ സ്വന്തമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇങ്ങനെയുള്ള ആളുകൾക്കും ഇത് ചെയ്യാം. ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു, ചെറിയ എന്തെങ്കിലും പിണക്കത്തിൻ്റെ പേരിലൊക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി ഇനിയും ആ വ്യക്തിയുമായിട്ടൊന്ന് പാച്ചപ്പ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയമുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുകയും നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി ഞാൻ പറയാൻ പോകുന്ന തരത്തിലുള്ള ഒരു പിക്ചറൈസേഷൻ കൊടുക്കാനും അത് സബ് കോൺഷ്യസ്ലി കണ്ടീഷൻ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നും നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക, ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 3 സിറ്റുവേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അഥവാ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന നിമിഷങ്ങൾ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഡൈനിങ്, അതോ നിങ്ങൾ ഒന്നിച്ചിരുന്ന് നല്ലൊരു ആംബിയൻസിൽ ഫുഡ് കഴിക്കുന്നതാവാം. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്, അതൊരു അടിപൊളി റൊമാൻറ്റിക് സ്റ്റേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 സിറ്റുവേഷൻസ് എടുക്കുക. അപ്പോൾ ഈ സിറ്റുവേഷൻസ് എവിടെയാണ്, എങ്ങോട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, എവിടെയായിരിക്കും നിങ്ങളുടെ റൊമാൻറ്റിക് ഡൈനിങ്, അതുപോലെ തന്നെ എവിടെയായിരിക്കും നിങ്ങളുടെ സ്റ്റേ, ഇതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കണ്ണടക്കുക. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, രാവിലെ എണീറ്റ ഉടനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഒരു 10 ബ്രീത്ത് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘശ്വാസമായിരിക്കണം. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും നമ്മൾ. ഒരു 10 ബ്രീത്ത് എടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ പറഞ്ഞ ആ ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എടുക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ട്രാവൽ ചെയ്യുന്നു. അത് ബസ്സിലാവാം, ട്രെയിനിലാവാം, കാറിലാവാം, ഫ്ലൈറ്റിലാവാം. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത്, എനിക്കറിയത്തില്ലല്ലോ, ആ ഒരു ട്രാവലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടത്. ആ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ എന്താണെന്നുള്ളത് മാക്സിമം 5 സെൻസസ് വെച്ചിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ട്രാവലിങ്ങിൽ നിങ്ങൾ പരസ്പരം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മാക്സിമം നിങ്ങൾ പറയുന്നത് മനസ്സിൽ കാണുക, അവർ തിരിച്ചിങ്ങോട്ട് പറയുന്നത് മനസ്സിൽ കാതോർക്കുക. അങ്ങനെ കേട്ടതിന് ശേഷം അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു ട്രാവലിംഗ് ജേർണി വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. അറൗണ്ട് ഒരു 2 മിനിറ്റോളം അത് കാണുക. അതിനുശേഷം ഒരു 10 തവണ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ താങ്ക് യു എന്നുള്ളത് ഒരു 10 തവണ മനസ്സിൽ പറയുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ സിറ്റുവേഷനിലോട്ടാണ് പോകേണ്ടത്. കണ്ടിന്യൂ ആയിട്ട് ഐസ് ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മുടെ റൊമാൻറ്റിക് ഡൈനിങ് ആണ്. അത് എവിടെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ സിറ്റുവേഷൻ എടുക്കുക. അവിടെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും ഫുഡ് എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കുന്നുണ്ട്. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി
വ്യക്തിയുമായിട്ടാണ് കഴിക്കുന്നത്, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്, അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ആ റൊമാൻറ്റിക് ഡൈനിങ് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു 10 തവണ താങ്ക്സ് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ 10 തവണ നന്ദി പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള സ്റ്റേ എന്ന് പറയുന്ന സിറ്റുവേഷൻ എടുക്കുക. എവിടെയാണ്, എങ്ങനെയുള്ള ലക്ഷ്വറി റിസോർട്ടാണോ അതോ സാധാരണ ഒരു ഹോട്ടലാണോ, എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടാണോ, നിങ്ങൾ ആ സ്റ്റേ എന്ന് പറയുന്നതിൽ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് മനസ്സിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ ആ ഒരു ആംബിയൻസ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരികയും അവിടെ നിങ്ങൾ ഒന്നിച്ച് ഒരു ബെഡിൽ നിങ്ങൾ താമസിക്കുന്നു, ഉറങ്ങുന്നു, അവിടെ നടക്കുന്ന എല്ലാവിധ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ റൊമാൻറ്റിക് മൊമെന്റ്സുകൾ എല്ലാം അവിടെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് മാക്സിമം ഫീലോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതും ഇടപഴകുന്നതുമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും മനസ്സിൽ കാണുക. നിങ്ങൾ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം വിഷ്വൽസും എല്ലാം മാക്സിമം ഫീലോട് കൂടി തന്നെ എന്ത് ചെയ്യാം, മനസ്സിൽ കാണുക എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ മൊമെന്റ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ താങ്ക് യു എന്നൊരു 10 തവണ പറയുക. ഈ 3 സിറ്റുവേഷൻസും അതിന് ശേഷമുള്ള ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഷോയിങ് എന്ന് പറയുന്ന ടെക്നിക്കും വളരെ പവർഫുൾ ആണ്. ഈ ടെക്നിക്കുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതിയെ കൈകൾ രണ്ടും കൂട്ടി തിരുമ്മിക്കൊണ്ട് കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് പതിയെ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പതിയെ ഐസുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷെ ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 സിറ്റുവേഷൻ വിഷ്വലൈസേഷൻ ചെയ്താൽ മതി എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അതിൻ്റെ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യും ഏത് സിറ്റുവേഷൻ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി കാണും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് വഴി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും. മാത്രമല്ല ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ ഇമേജസ് പോവുകയും നമ്മുടെ ലൈഫിൽ ഇവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് വരികയും നിങ്ങൾ ആ വിഷ്വൽ ചെയ്ത എല്ലാ മൊമെൻറ്റ്സും റിയാലിറ്റിയിൽ സംഭവിക്കുകയും, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, കൂടുതൽ അറ്റാച്ച്മെൻറ്റും ഇൻറ്റിമസിയും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുകയും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ താങ്ക് യു, നമസ്തേ.